സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി പോപ്കോൺ ഉണ്ടാക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 3 തരത്തിലാണ് ഞാനിന്ന് പോപ്കോൺ ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് ഇതുപോലുള്ള പാക്കറ്റുകൾ വാങ്ങി കുക്കറിലിട്ട് ഒന്ന് മൂടി എടുക്കുക മാത്രമേ വേണ്ടൂ. പോപ്കോൺ റെഡി. ഞാനൊന്ന് വെറുതെ വീഡിയോ എടുത്തതാണ്. ആദ്യം കുക്കർ സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കും. നല്ലവണ്ണം ചൂടായ ശേഷം മാത്രമേ ഇതിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാവൂ. നല്ല ചൂടില്ലാതെ ഇട്ടാൽ പൊട്ടി വരില്ല. പൊട്ടിച്ച് ഈ പാക്കറ്റിൽ കാണുന്ന ഓയിലോടുകൂടി കുക്കറിൽ ഒഴിക്കുക. എല്ലാം ഒഴിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ കുക്കറിൻ്റെ മൂടി എടുത്തു വയ്ക്കുക. ശരിയായ രീതിയിലും മൂടി വയ്ക്കാം, അല്ലാതെയും മൂടി വയ്ക്കാം. ഞാൻ മൂടി മലർത്തി വെക്കുകയാണ് ചെയ്തത്. നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കുക്കർ ഒന്ന് വെറുതെ കുലുക്കി കൊടുക്കണം. എന്നാലാണ് അത് എല്ലാ വശത്തും ചൂട് തട്ടി പൊട്ടി വരിക. അപ്പോൾ ഇതിൽ നിന്ന് പൊട്ടുന്നത് നമുക്ക് നല്ലതുപോലെ പുറത്തേക്ക് കേൾക്കാം. കുട്ടികൾക്ക് കടയിൽ പോയി വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. വീട്ടിലാകുമ്പോൾ വൃത്തിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് പൊട്ടിച്ച് വെറുതെ കഴിക്കാൻ പറ്റുന്ന രീതിയാണ്. ചെറിയ കുട്ടികൾക്ക് ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവർ അടങ്ങിയിരിക്കും.
അടുത്തതായി പോപ്കോൺ ബേൽ ഉണ്ടാക്കാം. ആദ്യം ഇത് നേരത്തെ കാണിച്ചതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്കിട്ട് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം പൊട്ടിച്ച് മാറ്റി വെച്ച ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പോപ്കോൺ പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട ശേഷം സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായ സവാള ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പുതിന ഇല മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. പകുതി തക്കാളി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓമപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് കുലുക്കിയെടുക്കാം. എല്ലാം കുലുക്കിയെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായാണ് ഓമപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഓമപ്പൊടിയെ സേവ് എന്നും പറയും. ഇതൊന്ന് കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. ഇനി നമുക്ക് പോപ്കോൺ ഒന്ന് സ്വീറ്റായി എടുക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ചൂടായി നൂൽ പാകമാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പോപ്കോൺ ഇട്ടു. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ചൂടോടുകൂടി തന്നെ ഇളക്കിയെടുക്കാം. ഈ 3 തരത്തിലുള്ള പോപ്കോൺ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ.